ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഇന്ന് സ്ക്രീനിൽ നിങ്ങൾ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണിത്. ഷീസ് മൈ ഹസ്ബൻഡ്. അപ്പം വൈകിട്ടത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പം ആൾ പറഞ്ഞു ആളിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാലോ. അപ്പം മിക്കപ്പോഴും ഞങ്ങളിത് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ കരുതി ഇന്നുണ്ടാക്കുമ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാനും ഇങ്ങനെ ചെയ്യാം. അപ്പം ആൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അണ്ണൻ്റേതായ രീതിയിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ആദ്യം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ്. അത് ആദ്യം അങ്ങ് കുറച്ച് വേവിച്ച് മാറ്റി വെച്ചേക്കും. എന്നിട്ട് പിന്നെ മുട്ട എടുക്കും. ഇപ്പം ചപ്പാത്തിയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കാം. ഇവിടെ അണ്ണൻ എടുത്തേക്കുന്ന 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 മുട്ട എടുക്കാം. അതിനകത്തിലേക്ക് ഉപ്പ്, കുരുമുളക്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ പകുതി വേവിച്ച് വെച്ചേക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ, അതിനകത്തിലേക്ക് കുറച്ച് മുട്ട ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു ചപ്പാത്തി കവർ ചെയ്തിട്ട് നമുക്ക് തവയ്ക്കകത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ തവയ്ക്കകത്തോട്ട് ഇങ്ങനെ വെക്കുമ്പം മുട്ടയൊക്കെ പുറത്ത് ചാടി പോകുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കരുത്, നമുക്കത് ഡിസൈനായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡുമാരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ അവരുടേതായ രീതിയിൽ ഞുണുക്ക് പണികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കണക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പ്രത്യേകിച്ച് ചീനിയൊക്കെ വേവിച്ച് വെച്ചേക്കുന്ന കാണുമ്പോഴേ ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നിങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളാണ്. കുറ്റം പറയണ്ട, ഉണ്ടാക്കുന്നതെല്ലാം സൂപ്പർ സാധനമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഇത് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഒരു ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയർ നന്നായിട്ട് ഫില്ലാവുകയും ചെയ്തും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്, കാരണം മുട്ടയൊക്കെ വെക്കുന്നതല്ലേ അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയണേ കേട്ടോ.